കോബ്ര ലൈൻ ചാനലിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ നേരെ വളവള നിലയ്ക്കുന്നില്ല, ബാക്കി വിശേഷങ്ങളെല്ലാം സൈറ്റിൽ പോയിട്ട് come on. ഗൈസ്, അപ്പോൾ ഞാനിപ്പോ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്യാറ്റിൻകരയില് ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ പുതിയൊരു കട വന്നിട്ടുണ്ട്. സംഭവം എന്ന് പറഞ്ഞ പൊളിയാണ്. ചുട്ട കോഴിയെ പറപ്പിക്കുമെന്ന് പറയും പോലെ ചുട്ട കോഴിയും ചപ്പാത്തിയും ഉണ്ട്, പഴങ്കഞ്ഞിയുണ്ട്, പിന്നെ ചട്ടിച്ചോറ്, പൊതിച്ചോറ്, അങ്ങനെ ചപ്പ് ചവറ് ഇല്ലാത്ത തന്തൂരി, പിന്നെ ചിക്കൻ 65 ഇല്ലാത്ത ഐറ്റംസേ ഇല്ല. അപ്പൊ ഇന്നത്തെ ഫുഡെല്ലാം ഇന്ന് അവിടെ നിന്നാണ്. അപ്പൊ നമുക്ക് 2 ചട്ടിച്ചോറ് പറഞ്ഞിട്ടുണ്ട്. ചട്ടിച്ചോറിന്റെ നാവാ തുടക്കം. ചട്ടിച്ചോറ് വെയിറ്റിംഗ് ആണ്. അപ്പൊ നേരെ കയറി അവിടെ ഇരിപ്പിടം പിടിക്കാം. നല്ല തിരക്കും. അപ്പം നേരെ കയറി വന്നിരുന്നിട്ടുണ്ട്. ഇപ്പൊ ചട്ടിച്ചോറ് ഇതാ വന്നിട്ടുണ്ട്. കൂടെ അതിൻ്റെ കൂടെ ഒരു 8 ഐറ്റം കറികളുണ്ടെന്ന് തോന്നുന്നു. ഇതെന്തോന്ന് കറിയാണ്? മീൻകറി, പരിപ്പ്, മീൻകറി, രസം അല്ലേ? തൈരില്ല അല്ലേ? തൈരിന്റെ പകരമാണെന്ന് തോന്നുന്നു ഈ കറി, ഉടച്ചേറി അല്ലേ? സാമ്പാർ. ഗൈസ്, അപ്പൊ അങ്ങനെ നല്ല വിപുലമായിട്ടുള്ള ചട്ടിച്ചോറ് വന്നിട്ടുണ്ട്. പിന്നെ മോനെ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല. കണ്ടാ നിങ്ങൾ അന്തം വിട്ടു പോകും. അമ്മാതിരി ഐറ്റംസ് ആണ് ഈ ചട്ടിച്ചോറിലുള്ളത്. ഗൈസ്, അപ്പൊ ഈ ചട്ടിച്ചോറ് വന്ന് അതിൽ തന്നെ എന്റെ അമ്മയെ ഞാൻ കണ്ടപ്പോ തന്നെ കണ്ണ് തള്ളിപ്പോയി ഗൈസ്. എത്ര ഐറ്റം കൂട്ടായിരുന്നു കണ്ടോ. അത് തന്നെ ഒരു പപ്പടം, കോഴി മുട്ട, ഡബിൾ ഓംപ്ലേറ്റ്, പിന്നെ നല്ല അത്യാവശ്യം കുഴപ്പമില്ല മീൻ ഫ്രൈ, പിന്നെ തോരൻ എന്ന് പറഞ്ഞാൽ 2 ഐറ്റം തോരയുണ്ട്, പിന്നെ അല്പം കപ്പ, ചമ്മന്തി, അവിയല്, അച്ചാറ്, കിച്ചടി, പിന്നെ അത് പോയിട്ട് ഉടച്ചുകറി, സാമ്പാറിന് പകരം, പരിപ്പ് കറി, രസം, ചൂരക്കറി, മീൻകറിയുടെ. അപ്പൊ എന്തായാലും ഞാൻ ഈ സത്യം പറഞ്ഞ ഇവിടെ കേരള ഓപ്പണിംഗ് ആയിട്ട് വലിയ ദിവസമൊന്നും ആയിട്ടില്ല. അത്യാവശ്യം ഒരു 2 ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. 2 ആഴ്ച കൂടി ഒരു മാസം അതിനകത്തുള്ള ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ എന്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ ഈ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വരുമ്പോൾ പൊതിച്ചോറൊക്കെ സൂപ്പറാണ്, ചട്ടിച്ചോറ് കൊള്ളാം, പഴങ്കഞ്ഞി എല്ലാം സൂപ്പറാണ്. പിന്നെ അവരിനിയിപ്പോ അൽഫാം എന്ന് പറഞ്ഞാൽ ഈവനിങ്ങിനാണ് അൽഫാമിന്റെ സമയം. അപ്പോ തന്തൂരി അതെല്ലാം ഈവനിങ് ആണ്. അപ്പൊ ഈ പഴങ്കഞ്ഞിയൊക്കെ സൂപ്പർ ആണെന്നാണ് അവർ പറഞ്ഞത്. എന്ന് എന്റെ മോനെ ഒരു രക്ഷയില്ലെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഈ പഴങ്കഞ്ഞിയിലെന്ന് പറഞ്ഞാൽ നമ്മുടെ കപ്പയും അച്ചാറും പൊരിച്ച മീനും ഒക്കെ ഇട്ട് കുഴച്ച് ഞവിടി ഒരു പിടി അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ നേരെ കയറി ഉച്ചി തലയിൽ ഒരു പിടി പിടിച്ച് വേർത്ത് കുളിച്ച് ഇറങ്ങുമ്പോൾ ആ ഒരു സുഖം എന്നാണ് പറയുന്നത്. ഈ ചൂട് സമയത്ത്, മഴ സമയത്താണെങ്കിൽ പറ്റിയത് ചട്ടിച്ചോറ്. പക്ഷെ ഇന്ന് വലിയ മഴയൊന്നുമില്ല. മഴ ഒതുങ്ങിയൊരു കാലാവസ്ഥയാണ്. അത്യാവശ്യം നല്ല വെറിയുണ്ടായിരുന്നു. രാവിലെ ഒരു 7 മണി വരെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി നിങ്ങളെ വിറപ്പിക്കുന്നില്ല, നേരെ ചട്ടിച്ചോറ് അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി. ഇതിന്റെ ഫ്രണ്ടിലിരുന്ന് കപ്പലോട്ടിക്കാനുള്ള വെള്ളമായിട്ടുണ്ട് വായില്. എന്തായാലും കൊതി വിടരുത്. പൈസപ്പ തുടങ്ങുവാണേ. അല്പം നമ്മളെ ചൂരക്കറി എടുത്ത് വീത്തി കുറച്ച് മരിച്ചിനെയൊക്കെ ഇട്ട് കൊള്ളാം. കപ്പയൊക്കെ സൂപ്പറാണ്, സൂപ്പർ. ഓംപ്ലേറ്റ്, സത്യം പറഞ്ഞാൽ നമ്മളെ ഈ നാടൻ ഭക്ഷണമില്ലേ, നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടുന്ന അപൂർവമാണ്. ഇപ്പൊ നമ്മളെ ന്യൂജൻ പിള്ളേരെല്ലാം കുഴിമന്തി, പിന്നെ തന്തൂരി, ചിക്കൻ ചെളിയിലിട്ട് ചുട്ടത്, മണ്ണടി കുഴിച്ചിട്ടെടുത്തത്, വാഴയിലെ പൊള്ളിച്ചത്, ചിക്കൻ ചില്ലി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എപ്പോഴാണ് വന്നിട്ടുള്ളത്? എന്റെ ചെറുപ്രായത്തിലൊന്നും ഈ സാധനം ഇല്ലായിരുന്നു, ഞാൻ കേട്ടിട്ടില്ല.
നമ്മളെ മലയാളികളുടെ മുഖ്യമായിട്ടുള്ള ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറും ഇതേപോലെ മൂന്നാല് ഐറ്റം ഈ പച്ചക്കറി ഉപയോഗിക്കുന്ന കൂട്ടാന്, കൂട്ടുകറി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മളെ മലയാളിയുടെ. നമുക്കങ്ങനെ ചോറ് കഴിച്ചാലും വേറെ നിരവധി ഗുണങ്ങളുണ്ട്. നല്ല രീതിയിലുള്ള വൈറ്റമിൻസ് കാര്യം എന്തായാലും ഈ ചോറിൽ അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഐറ്റംസ്. കാരണം ഇലക്കറികള്, പിന്നെ ഈ തോരൻ, പിന്നെ അവിയല്, കിച്ചടി, അച്ചാർ, ഇതൊക്കെ കഴിച്ച് നമ്മൾ കഴിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഫുഡ് കഴിച്ച് നല്ല യഥാർത്ഥ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മളൊക്കെ ഒരു നാട്ടിൻ പുറത്തുകാരാണ്. നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ചോറ് കഴിക്കേണ്ട സമയത്ത് തന്തൂരിയോ അല്ലെ വാഴയിലയോ പൊള്ളിച്ചതോ ചിക്കൻ മലത്തി അടിച്ചതോ എടുത്തടിച്ചതോ നമുക്ക് പറ്റൂല. സത്യം പറഞ്ഞാൽ ചോറ് എവിടെ പോയി നല്ല ചോറ് കിട്ടിയാലും നല്ല ചോറ് കൊള്ളാമെങ്കിൽ കൊള്ളാന്ന് പറയും, മോശമാണെങ്കിൽ മോശം തന്നെ പറയും. അപ്പോൾ നമ്മളെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ നെയ്യാറ്റിൻകര ലൊക്കാലിറ്റിയിലുള്ള എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ തൃശ്ശൂരോ കണ്ണൂരോ കാസർഗോഡോ ഉള്ള ആൾക്കാരൊക്കെയാണ് കാണുന്നെങ്കിൽ ഈ ചോറ് കഴിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വരാൻ പറയാൻ പറ്റുമോ? സത്യം പറഞ്ഞാൽ സൂപ്പർ ചോറാണ്. എന്റെ ഇവിടെയുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് പണ്ടിൽ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഇത് കഴിക്കാൻ വേണ്ടി എന്തായാലും അവിടെ നിന്ന് വരണമെന്ന് ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും അത്യാവശ്യത്തിന് ഇപ്പോ ഈ അടുത്ത കാലത്ത് അങ്ങനെ വരുന്നെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. നമുക്ക് ഇവര് ഒറ്റ പ്രാവശ്യം തന്നെ ഈ ചോറ് തരുന്നെന്ന് പറഞ്ഞ ഒരു ചട്ടി, വലിയ ഒരു മീൻ ചട്ടി ഉണ്ടല്ലോ, ആ ഒരു ചട്ടി നിറയുണ്ട് ചോറ്. നമ്മൾ സാധാരണ ഒരു ചോറൊക്കെ വാങ്ങപ്പെടുമെന്ന് പറഞ്ഞാൽ കൂട്ടാൻ തീരും അങ്ങനെ ഇങ്ങനെ. നമ്മളൊരു കല്യാണ വീട്ടിൽ പോയി ഒരു സദ്യ കഴിച്ചിറങ്ങുന്നതിന്റെ അതേ ഒരു ഫീല് കിട്ടും. പായസം മാത്രമേ ഇല്ലെന്നേ ഉള്ളൂ. ചട്ടിച്ചോറ് സൂപ്പറാണ്. ചട്ടിച്ചോറ് മാത്രമല്ല, നമുക്ക് ഇലച്ചോറ്, പൊതിച്ചോറുണ്ട്. പൊതിച്ചോറിൽ ഇത്ര ഐറ്റം കൂട്ടാൻ കാണണമെന്നില്ല, കുറവായിരിക്കും. ചട്ടിച്ചോറ് റേറ്റ് കൂടുതലാണ്, അപ്പൊ അതിനനുസരിച്ചുള്ള സാധനങ്ങളുണ്ട് അതില്. മീൻകറി ഉപയോഗിച്ച് പരിപ്പ് എങ്ങനെ നോക്കാം. ഒന്നിനൊന്നും വെച്ചാൽ ഒന്നും കുറ്റം പറയാനില്ല. അതിന് കഴിച്ചിട്ട് സ്പോട്ടും ഇവിടുത്തെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം. നമുക്ക് ഫുഡൊന്ന് കഴിച്ചൊതുക്കട്ടെ. ശരി ഗൈസ്, അപ്പൊ ചട്ടിച്ചോറൊക്കെ കഴിച്ചേ. സൂപ്പർ ചട്ടിച്ചോറ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ചട്ടിച്ചോറ്. ഇത്രയും നല്ല ഭക്ഷണമൊന്നും അടുത്ത് ഞാൻ കഴിച്ചിട്ടില്ല, എന്റെ വീട്ടിൽ നിന്നല്ലാതെ പുറത്തുനിന്ന്. ആക്കും വേണ്ടത്. എന്നാലും ബാക്കിയുള്ള ഫുഡിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. നമ്മൾ ആഹാരം കഴിച്ചിട്ട് ആഹാരത്തിന് കുറ്റം പറയുന്നില്ല. ശരി, അപ്പൊ ബാക്കി ഇവിടുത്തെ വിശേഷങ്ങള് പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ നേരെ അവിടെ എൻട്രൻസ് വഴി കയറി വരുമ്പോൾ പുറത്ത് നമുക്കിരുന്ന് കഴിക്കാനുള്ള നല്ല വിശാലമായിട്ട്, ഇത് ഫാമിലിക്കൊക്കെ ഇരുന്ന് കഴിക്കാനും നമുക്കല്ലാതെ പുറത്തുള്ള കാറ്റും ആ ഒരു കാലാവസ്ഥയും ആസ്വദിച്ച് നമുക്ക് കഴിക്കാം. അതേപോലെ രണ്ട് പാർട്ടീഷനായിട്ട് രണ്ട് സെറ്റ് ഉണ്ട്. രണ്ട് സെറ്റ് അവർ ചെയ്തിട്ടുണ്ട്. രണ്ട് സെറ്റിലും അത്യാവശ്യം ഒരു 10-20 പേർക്ക് 40 പേർക്ക് ഇരുന്ന് കഴിക്കാം. ഇത് കഴിഞ്ഞ് നേരെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള ഇതിന്റെ ഹോട്ടലുണ്ട്. ഹോട്ടലിനകത്തും നമുക്ക് പൊതുവായിട്ടുള്ള ആ ഒരു കാറ്റഗറിയിൽ ഇരുന്ന് കഴിക്കാം. പുറത്തിറങ്ങി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ വന്ന് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ കൊച്ചു കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്കും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. 5 സ്റ്റാർ ഹോട്ടൽ അല്ലെങ്കിലും പാവപ്പെട്ട സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പാർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഫ്രണ്ടിലെ ഒരു ചുണ്ടൻ വെള്ളം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അൽഫാം, തന്തൂരി എല്ലാം ഇവിടെ വെച്ചാണ് ചെയ്യുന്നത്. നമ്മളെ ഹോട്ടലിന്റെ പേരെന്ന് പറഞ്ഞാൽ ആരവ് ഫുഡ് കോർട്ട് എന്നാണ്. അപ്പോ നമ്മുടെ നെയ്യാറ്റിൻകര കാട്ടാക്കട റോഡില് നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷന് സമീപമാണ് നമ്മളെ ആരവ് ഫുഡ് കോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഫുഡെന്ന് പറഞ്ഞാൽ വെറൈറ്റി ഒരു ഊണ് തന്നെ ഒരു 3-4 വെറൈറ്റി ഉണ്ട്. നമുക്ക് പഴങ്കഞ്ഞിയുണ്ട്, ഊണും പൊതിച്ചോറ്, ചട്ടിച്ചോറ്,
പിന്നെ അത് പോയിട്ട് ഇതൊരു കോഴിയെ അല്ല അല്ല, ചുട്ട കോഴിയെ പറപ്പിക്കൊന്നല്ല, ചുട്ട ചപ്പാത്തിയും. ഇല്ല, ചുട്ട ചപ്പാത്തിയും പൊരിച്ച കോഴി. പൊരിച്ച കോഴിയും ചുട്ട ചപ്പാത്തിയും അങ്ങനെ എന്തൊക്കെയാണ്. അപ്പൊ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ അതിനപ്പുറമാണ് പഴങ്കഞ്ഞി. ഞാൻ കഴിച്ചില്ല. നമ്മളൊരു 3-4 പേര് ചേർന്നാണ്, പക്ഷെ രണ്ടുപേര് വീഡിയോയുടെ ഫ്രണ്ടിൽ വരാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പൊ അവര് പഴങ്കഞ്ഞിയാണ് കഴിച്ചിട്ടുള്ളത്. ഞാനും എന്റെ കൂടെ വന്നിട്ടുള്ള വേറൊരു പയ്യനുമാണെങ്കിൽ കഴിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ടിച്ചോറ്. അപ്പൊ ചട്ടിച്ചോറും പിന്നെ നമ്മളെ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞാൽ വേറെ ഒരു കുറ്റവും പറയാനില്ല. അത്യാവശ്യം പഴങ്കഞ്ഞിയാണെങ്കിൽ 100 രൂപയാണ്, നമുക്ക് ഒരു ചെറിയൊരു ചട്ടിയിൽ തരും. അത്യാവശ്യം ഇതേപോലെ തന്നെ ചട്ടിച്ചോറിൽ വരുന്ന അത്രയും കൂട്ടുകറികളും കൂട്ടാനും നമുക്ക് അതിൽ ഉൾപ്പെടും. പിന്നെ ചട്ടിച്ചോറെന്ന് പറയുമ്പോൾ 180 ഒരു ചട്ടിച്ചോറിന്. അതിനനുസരിച്ച് മുതലാവും. തോരൻ എന്ന് പറഞ്ഞാൽ 2 തോരനല്ല, ഒരു ചിക്കൻ തോര ഉണ്ടായിരുന്നത്. ചിക്കൻ തോര, ഒരു വെജിറ്റബിൾ തോരയും, പിന്നെ മീൻ തന്നെ ഫ്രൈ ചെയ്തത്, കറി, പിന്നെ ഓംപ്ലേറ്റ്, പിന്നെ അത് പോയിട്ട് അച്ചാറ്, പച്ചടി, അങ്ങനെ പപ്പടം, പിന്നെ അത് പോയിട്ട് അതിനുള്ള കറി എന്ന് പറഞ്ഞാൽ പരിപ്പ്, സാമ്പാറിന് പകരം വേറെ ഉടച്ചു കറി, പിന്നെ ചൂരക്കറി. ചൂര എന്ന് പറഞ്ഞാൽ മീൻ കറി മാത്രമല്ല, അത്യാവശ്യം പീസും കാര്യമുണ്ട്, രസമുണ്ട്. സൂപ്പർ ഫുഡ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫുഡ്. അപ്പോൾ നമുക്ക് ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി കണ്ണൂരും കാസർഗോഡും ഇനി വരാനൊന്നും ഞാൻ പറയൂല. നമ്മളെ ഈ നെയ്യാറ്റിൻകര ലൊക്കാലിറ്റിയിലുള്ളവര് ഇതുവഴിയൊക്കെ പോകുമ്പോൾ അത്യാവശ്യം ഒരു ഉച്ച സമയത്തൊക്കെയാണ് പോവുകയാണെങ്കിൽ ചോറൊക്കെ ഒന്ന് കഴിച്ച് നോക്കുക. കഴിച്ചിട്ട് അഭിപ്രായം നമ്മളെ ചാനലിന്റെ അടിയിൽ കമന്റ് ചെയ്യുക. അപ്പോ ഇവിടെ പിന്നെ വേറൊരു കാര്യമേ, ഇവിടെ ഈ പാചകത്തിന് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വെളിച്ചെണ്ണയും പാം ഓയിലും മാത്രമേ ഉപയോഗിക്കുള്ളൂ. വേറെ ഓയിലൊന്നും ഉപയോഗിക്കത്തില്ല. വേറെ നമുക്കറിയാമല്ലോ, ഇവിടെ നിന്ന് തൊട്ടടുത്താണ് തമിഴ്നാട്. തമിഴ്നാടിൽ നിന്ന് ഇഷ്ടം മാതിരി ഈ റേറ്റ് കുറഞ്ഞ ക്രൂഡ് ഓയിൽ മാതിരിയുള്ള വെളിച്ചെണ്ണകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ തീരെ ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ അറിയാന്നുള്ള ഹോട്ടലാണ്, മനസ്സിലായില്ലേ. എന്റെ വീടിനടുത്തായതും എനിക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരാണ് ഈ ഹോട്ടലുകൾ നടത്തുന്നത്. അപ്പൊ എന്തായാലും ഹോട്ടലില് ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളും, പിന്നെ ഇവിടെ അജിനോമോട്ടയും നമുക്ക് ഇറച്ചിയൊക്കെ പൊരിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ അതിൽ നല്ല കളർ കിട്ടാൻ വേണ്ടി അതൊന്നും നമുക്ക് ഇവിടെ ചേർക്കുന്നില്ല. 100% നിങ്ങൾക്ക് വിശ്വസിച്ച് കഴിക്കാം. 1 മാസം ആയുള്ളൂ നമുക്ക് നെയ്യാറ്റിൻകര കാട്ടാക്കട റോഡില്, നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ ആരോ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ വെടിക്കെട്ട് ജ്യൂസും കട്ടനും ഉണ്ട്. പിന്നെ പിന്നെ ഊണും മീനും ഫാസ്റ്റ് സ്ട്രീറ്റ് ഫുഡ് ഇല്ലാത്ത ഐറ്റവും ഇല്ല. പൊരിച്ച കോഴിയെ പറപ്പിക്കൂല, ചുട്ട കോഴിയും പറപ്പിക്കൂല. ചുട്ട കോഴിയും പൊരിച്ച ചപ്പാത്തിയും ഉണ്ട്. പൊരിച്ച ചപ്പാത്തിയും ചുട്ട കോഴിയും ഉണ്ട്. വായിലൊന്നും മാറുന്നില്ല, തെറ്റിപ്പോണ്. അപ്പൊ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കല്യാണത്തിന് പോയി കഴിച്ചതിന്റെ ആ ഒരു ഫീൽ ഉണ്ട്. പായസം മാത്രം ഇല്ലെന്നേ ഉള്ളൂ. ഇത് നേരെ വീട്ടിൽ പോയി കിടന്ന ഒരു ഉറക്കം ഉറങ്ങും. സാധാരണ നമ്മൾ കല്യാണ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, ഫുഡൊക്കെ കഴിച്ച് ഊണ് കഴിച്ച് പായസമൊക്കെ കഴിച്ച് നമ്മൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഒരു ഉറക്കം, അതാണ് പതിവ്. അപ്പൊ അതേപോലെ അത്യാവശ്യം നല്ലൊരു ഉറക്കത്തിന്റെ ആ ഒരു ഇത് വരുന്നുണ്ട്. ഇനി നേരെ വീട്ടിൽ പോവുക, കണ്ണും പൂട്ടി ഒരു ഉറക്കം, മനസ്സിലായില്ലേ. പിന്നെ പാർക്കും കാര്യങ്ങളൊക്കെ കൊള്ളാം. പിന്നെ വൈകിട്ട് എന്ന് പറഞ്ഞാലേ, ഈ ചോറിന്റെ സമയം കഴിഞ്ഞ് ഒരു 4 മണിക്ക് ശേഷം നമ്മുടെ അൽഫാം, ചിക്കൻ തന്തൂരി, പിന്നെ വേറെ ഒരുപാട് ഇഷ്ടംമാതിരി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഈ ചപ്പാത്തിയും പിന്നെ ചുട്ട ചിക്കനും ഒക്കെ അപ്പോഴാണേ, ഒരു 4 മണിക്ക് ശേഷമാണ്. ചോറിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ ചോറിന്റെ അങ്ങനെയുള്ള 2-3 വെറൈറ്റി ഐറ്റംസ് ആണ്. അപ്പൊ ഇവിടുത്തെ നമ്മളൊരു ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്, വാ, കുഴപ്പമില്ല. അപ്പൊ നമ്മളെ പുള്ളിക്കാരനാണ് ഇവിടെ ഹോട്ടലിൽ ജോലി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഉച്ചക്ക് പിന്നെ പഴങ്കഞ്ഞി, പൊതിച്ചോറ്, ചട്ടിച്ചോറ്, ഇതൊക്കെ അല്ലാതെ വേറെ എന്തോന്നുണ്ട്. പിന്നെ കപ്പയും മീനും കിട്ടുമായിരിക്കും അല്ലേ. കപ്പയും മീനും ഉണ്ട്. വേറെ ഐറ്റംസ് പൊതിച്ചോറും നമുക്ക് പിന്നെ വേറെ ഇലയിൽ ഊണ് അങ്ങനെ എന്തോ ഊണില്ലേ, ഇലയില്. അതും രണ്ടും ഒന്ന് തന്നെയല്ല, അത് രണ്ടും പൊതിച്ചോറ് പ്രത്യേകം, ഇലയിലുള്ള ഊണ് പ്രത്യേകം. രണ്ടിൽ എന്തോന്നൊക്കെ വ്യത്യാസമുണ്ടോ റേറ്റിന്? ഏതില്? പൊതിച്ചോറില്. ഇതിലാവുമ്പോഴ് കേട്ടാ കൊടുക്കും. നമുക്ക് അതെങ്ങനെയാണ് വല്ല പൊതിച്ചോറ്? അത് ശരി. അപ്പൊ ഗൈസ്, അപ്പൊ ഫുഡൊക്കെ കൊള്ളാം. എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എന്റെ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെ, നമുക്ക് ബസ് സ്റ്റാൻഡിന്റെ ആ ഒരു ലൊക്കാലിറ്റി തന്നെയാണ് എന്റെ വീട്. അപ്പൊ നമ്മളെ കട വരുന്നത് നമ്മുടെ നെയ്യാറ്റിൻകര കാട്ടാക്കട റോഡില്, നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് വരുന്നത്. അതിന് കണ്ണൂരും കാസർഗോഡുള്ളവരും വരണമെന്നൊന്നും ഞാൻ പറയൂല. നമ്മളെ നെയ്യാറ്റിൻകര ലൊക്കാലിറ്റി വഴി യാത്ര ചെയ്യുന്ന, ഉച്ച സമയത്തൊക്കെ കൂടെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഹോട്ടലിൽ പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക. നല്ല നാടൻ ഫുഡ് കിട്ടും. ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അമ്മ അതിൽ ഒരു കല്യാണത്തിന് പോയി കഴിക്കുന്നതിന്റെ ആ ഒരു ഫീല് കിട്ടും. അത്രയ്ക്ക് സൂപ്പർ ഫുഡാണ്. ചട്ടിച്ചോറൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പഴങ്കഞ്ഞി ഇഷ്ടപ്പെട്ടു.
അപ്പൊ ഇനി ബാക്കിയുള്ള ഈ ഹോട്ടലിന്റെ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്. ശരി, നമ്മളെ ബ്രോ ജോലി തിരക്കായിട്ട് നിൽക്കുകയാണ്. ബ്രോയെ പറഞ്ഞേ ഗൈസ്. അപ്പൊ ഞാൻ പിന്നെ വേറൊരു കാര്യം കണ്ടേ, ഇനി കയറി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വന്നല്ലോ ഇവിടെ ആരോ ഫുഡ് കോർട്ടില് വന്ന സമയത്ത് ഇവിടെ ഒരു വള്ളമൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു, വെള്ളം. അപ്പൊ ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ 2018 വെള്ളപ്പൊക്കത്തിലൊക്കെ ഈ ലൊക്കാലിറ്റിയൊക്കെ വെള്ളം മുങ്ങി അങ്ങ് തുഴഞ്ഞു വന്ന ആൾക്കാർ പാർക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു വള്ളമാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതുപോലെയൊക്കെ തന്നെ ഇവിടെ എവിടെയൊക്കെ അടുത്ത് തുഴഞ്ഞു വന്നത് തന്നെ. അതിനെ ഇവരിവിടെ കൊണ്ട് ഒതുക്കി വെച്ചിട്ട് ഇതിനെയും വേറൊരു വെറൈറ്റി മോഡലിൽ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് കണ്ടോ, ടേബിൾ പോലെ ചെയ്ത് ഇതിനകത്തിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള നല്ലൊരു ഡിസൈനിൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും തല സമ്മതിക്കണം, സൂപ്പർ. അപ്പൊ ഈ വെള്ളത്തിലിരുന്നും കഴിക്കാം നിങ്ങൾക്ക് ഫുഡ്. പിന്നെ അതിനകത്ത് നമ്മൾ ഫുഡ് കഴിച്ചില്ലേ, അതിനകത്തുള്ള കാര്യം നിങ്ങൾ കണ്ടില്ലല്ലോ. അത്യാവശ്യം നല്ല സ്റ്റൈലായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. സൂപ്പറാണ്. പിന്നെ നിങ്ങളിത് കണ്ട് എന്നെ കുറ്റം പറയരുത്. ഇത് 3 സ്റ്റാർ 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലൊന്നുമല്ല, ഇത് പാവപ്പെട്ടവന്റെ സ്റ്റാർ ആയിട്ടുള്ള ഒരു ഹോട്ടൽ. അപ്പൊ അതിനനുസരിച്ചുള്ള സൗകര്യം എന്തായാലും ഇവിടെ ഉണ്ട്. കൈസ് അപ്പൊ ചോറൊക്കെ കഴിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടേ. ഒരു 2 മണിയൊക്കെ ആയി. അത്യാവശ്യം കഴിച്ച് വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രീതിയിൽ അത് പോയിട്ട് ഉറക്കവും വരുന്നു. ഇനി ഒരു പള്ളി ഉറക്കമാവാം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പഴങ്കഞ്ഞി, ചുട്ട കോഴി, പൊരിച്ച ചപ്പാത്തി ഇല്ല, ചുട്ട കോഴിയും ചപ്പാത്തിയും പിന്നെ ചട്ടിച്ചോറ്, പഴങ്കഞ്ഞി, ഇതൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വെറൈറ്റി വീഡിയോകളായിട്ട് നമ്മൾ ഉടൻ തന്നെ നിങ്ങളുടെ ഫ്രണ്ടിൽ വരും. അതുവരെ ബൈ.